Hi guys, welcome to IoT Tutorials. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ പുതുപുത്തൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പം IoTയുടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ അനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഒരു നോഡപ്സിനെ ഒരു വെബ് സെർവറായിട്ട് ലോക്കൽ വെബ് സെർവറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ വെബ് സെർവർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് റിലേകൾ ഓണാക്കാനും അല്ലെങ്കിൽ LED ഓണാക്കാനും ബാക്കിയുള്ള ഓട്ടോമേഷൻസ് എങ്ങനെ ഒരു ലോക്കൽ സെർവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോഡപ്സിനെ ലോക്കൽ സെർവറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഓട്ടോമേഷൻ ചെയ്യാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ withESP8266 എന്ന് പറയുന്ന ലൈബ്രറി, അത് കഴിഞ്ഞ് വെബ് സെർവറിൻ്റെ ഒരു ലൈബ്രറി, പിന്നെ EEPROMൻ്റെ ലൈബ്രറി. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന EEPROM എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ SSID എന്ന് പറയുന്ന സെർവർ എന്ന് പറയുന്നൊരു SSID ഞാൻ പിന്നെ അതിന് ശേഷം ഒരു പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെർവർ പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, 80 എന്ന് പറയുന്നൊരു പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 റിലൈസിന് വേണ്ടിയിട്ട് 010 D0 D1 D2 ആൻഡ് D3. അതിനുശേഷം ലോഡ് 1 ലോഡ് 2 ലോഡ് 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4-5 ഇനിഷ്യൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സെറ്റപ്പിനകത്ത് റിലൈസിനെല്ലാം ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. ലോഡ് 1 ലോഡ് 2 ലോഡ് 3 ലോഡ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോമിനകത്ത് 1 2 3 4 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒരു കമാൻഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ EEPROM സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി EEPROM begin എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം സീരിയൽ പ്രിൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ സീരിയൽ പ്രിൻറ്റ് എല്ലാം ലോഡ് 1 ലോഡ് 2 ലോഡ് 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യം ഡിജിറ്റൽ റൈറ്റ് ചെയ്യുന്ന കേസാണ്. ആദ്യം റിലൈസ് ഇപ്പം 0-ൽ ഓൺ ആവുന്ന റിലൈസ് ഉണ്ടാവും, 1-ൽ ഓൺ ആവുന്ന റിലൈസ് ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങളുടെ റിലൈസ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം അത് ആദ്യം ഓൺ ആയിരിക്കണമോ അല്ലെങ്കിൽ ഓഫ് ആയിരിക്കണമോ എന്നുള്ള രീതിക്കുള്ളതാണ് ആ കോഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് SSID സോഫ്റ്റ് API ആണ്. സോഫ്റ്റ് API എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോഡംസ്യുവിനെ നമ്മൾ നേരത്തെ ഹോട്ട്സ്പോട്ട് ആകുന്ന ഒരു കോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഹോട്ട്സ്പോട്ട് ആക്കുന്നത് എങ്ങനെയാണ്, സ്റ്റേഷനായിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ആക്സസ് പോയിൻ്റ് ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ withESP സോഫ്റ്റ് API ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ്. അതിനുശേഷം അതിൻ്റെ IPക്ക് വേണ്ടിയിട്ടാണ് സോഫ്റ്റ് IP കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് സോഫ്റ്റ് IP എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ നമുക്ക് AIPക്കകത്ത് നമ്മുടെ സെർവറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ IP നമുക്ക് കിട്ടും. നമ്മൾ സെർവർ ഓൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. L1 ഓൺ, L1 ഓഫ്, L2 ഓൺ, L2 ഓഫ്, L3 ഓൺ, L3 ഓഫ്, L4 അങ്ങനെ 4 ലോഡിന് വേണ്ടിയിട്ടുള്ള ഓൺ ഓഫ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ലൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോഡ് 1 ലോഡ് 2 ലോഡ് 3 ലോഡ് 4 ആദ്യം ഓഫ് ആയിരിക്കും. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ HTML കമാൻഡ്, അതായത് നമ്മുടെ നോഡംസ്യുവിൽ നിന്നും സെർവറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ HTML നമ്മുടെ HTTP കമാൻഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള 2-3 ഹാൻഡിൽ വോയിഡ് ഹാൻഡിൽ ഓൺ ആകുമ്പോഴുള്ള കാര്യം. അപ്പോൾ ലോഡ് 3 = 0 ഡാറ്റ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വിളിക്കുന്നു. അതേപോലെ തന്നെ ഹാൻഡിൽ L3 ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ലോഡ് 3 = 1 ഓഫ് ആകുമ്പോൾ 1 ആയിരിക്കും വരുന്നത്, ഓൺ ആയിരിക്കുമ്പോൾ 0 ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ EEPROMലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. നിലവിലെ കണ്ടീഷൻ എന്താണെന്ന് EEPROMലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് HTML, അതായത് നമ്മുടെ സെർവറിനകത്തെ ബട്ടൺസിൻ്റെ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു HTML കോഡാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്തിനായിരിക്കും ഈ EEPROM യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ EEPROM എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു തവണ നമ്മുടെ സിസ്റ്റം ഓഫായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൺ ആക്കുമ്പോഴും നിലവിൽ ഓണായിരിക്കുന്ന ഡിവൈസുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ഓഫായിരിക്കുന്ന ഡിവൈസുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇല്ല എങ്കിൽ പ്രോഗ്രാം ആദ്യം മുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓണായിരിക്കുന്നതിനെ ഓഫാക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EEPROMൽ റൈറ്റ് ചെയ്ത് വെക്കുന്നത്. EEPROMൽ റൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വേരിയബിൾ പോലെ ചേഞ്ച് ആയി പോവില്ല. ഓരോ തവണയും 0 റീഇനിഷ്യലി പ്രോഗ്രാം റീസ്റ്റാർട്ടായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ സിസ്റ്റം ഓണായി വരുന്ന സമയത്ത് EEPROMനകത്ത് റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും നമ്മുടെ ലോഡ് വർക്ക് ചെയ്യുക. അല്ല എങ്കിൽ ആദ്യം മുതലേ ഒന്നുകൂടെ നമ്മളിപ്പം ഓണാക്കിയിരിക്കുന്നത് ഒരു തവണ നമ്മളൊരു ബൾബ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം ഓഫായിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ട് പവർ പിന്നെ വരുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം ഈ നോഡംസ്യു ഓണാവും. അപ്പം എന്താവും, ഓണായിരുന്ന ബൾബ് പിന്നെ ഓഫായിപ്പോവും. അപ്പോൾ അങ്ങനെ ഓഫായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EEPROMൽ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ EEPROMൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ആ റീഡിങ് അനുസരിച്ചുള്ളതായിരിക്കും വർക്ക് ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന EEPROM ഡോട്ട് റീഡ് എന്ന് പറയുന്നതിനകത്ത് 0 ആണോ 1 ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മുടെ ലോഡ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ട് കണക്ഷൻ ചെയ്ത് നോക്കാം.